ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് ഹുണ്ടായി സാൻട്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബൾബ് ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല റൈറ്റ് സൈഡിൽ. അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. ഒന്ന് ബ്രേക്ക് ചവിട്ടിക്കേ. ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ താഴെ കാണുന്ന ബൾബ് വർക്ക് ചെയ്യേണ്ടതാണ്, മേളത്തെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പാർക്കൊന്നിട്ട് ബ്രേക്ക് കാലെടുത്തിട്ട് പാർക്ക് രണ്ടും കത്തുന്നുണ്ട്. പാർക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ബ്രേക്ക് ചവിട്ടിയേ. ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ഒരു ബൾബേ കത്തുന്നുള്ളൂ. ഇത് പാർക്കിൽ കത്തുന്നുണ്ട്, ഇത് ഡബിൾ പോയിൻ്റ് ആണ്. പക്ഷേ ബ്രേക്ക് ചവിട്ടുമ്പോൾ കത്തുന്നില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് കത്തുന്നുണ്ടോ നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ബ്രേക്ക് ഒന്ന് ചവിട്ടിയേ. ഇത് രണ്ടും കത്തുന്നുണ്ട്. കാലെടുത്തിട്ട് പാർക്കൊന്നിട്ടേ. പാർക്ക് ഇടുമ്പോൾ കത്തുന്നുണ്ട്, ബ്രേക്കും കത്തുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലെ ബൾബ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാറേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ബൾബ് മാറാനായിട്ട്. ഇവിടെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ടും ഈ ഭാഗത്തായിട്ടും ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. ഈ രണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. ആകെ രണ്ട് സ്റ്റാറിൻ്റെ സ്ക്രൂ മാത്രമേ ഇതിൻ്റെ ടെയിൽ ലൈറ്റിൽ വരുന്നുള്ളൂ. ഇവിടെ രണ്ട് ക്ലിപ്പാണ് വരുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് അയച്ചെടുക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടല്ല വലിക്കേണ്ടത്, ഈ ടെയിൽ ലൈറ്റിനെ ഇങ്ങോട്ടാണ് നീക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇളക്കുക, ബാക്കിലോട്ട് നീക്കിയെടുക്കുക. ഇതിൻ്റെ ലോക്ക് വരുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എൽ ഷേപ്പിലാണ് ലോക്ക് വരുന്നത്, മീൻസ് ഇങ്ങോട്ടാണ് അയച്ചെടുക്കേണ്ടത്. ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ടും ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് അറ്റാച്ചായി കിടക്കുന്നത് ഈ ഹോളിലായിരിക്കും അറ്റാച്ചായിട്ട് കിടക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള പോർഷനിലായിരിക്കും, അതായത് ഇങ്ങനെയാണ് കയറ്റിയിടുന്നത്. നമ്മൾ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് തട്ടിയിട്ട് വെളിയിലോട്ട് ഊരിയെടുക്കേണ്ടത്. ഈ രണ്ട് ഹോളിലായിരിക്കും ഈ രണ്ട് ലോക്ക് വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ബ്രേക്ക് ബൾബാണ് വർക്ക് ചെയ്യാത്തത്, പാർക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുക, ജസ്റ്റ് ബാക്കിലോട്ട് ഊരിയെടുക്കുക. അതുപോലെ തന്നെ ബൾബ് ഊരിയെടുക്കുന്നത് ജസ്റ്റ് പ്രസ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ബൾബ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബൾബിൽ നമ്മൾ നോക്കുമ്പോൾ ഈ താഴെ ഒരു ഫിലമെൻറ്റ് ചെറുതായിട്ട് പൊട്ടിക്കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ബൾബിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ് ആക്ഷൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിലമെൻറ്റ് കട്ടായി കിടക്കുന്നു. നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല, കാരണം അത് മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ് ആക്ഷൻ്റെ ഒരു സൗണ്ട് നമുക്ക് ചെവിയിൽ വെച്ച് നോക്കുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ബൾബിൻ്റെ ഫിലമെൻറ്റ് പോയി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ കാലിന് വ്യത്യാസമുണ്ട്, നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒരു കാല് താഴെ ഒരു കാല് മേളിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ബൾബ് ഇടാം. ഈ ബൾബ് എടുത്തിട്ടുണ്ട്, സെയിം തന്നെയാണ്. ഒരു കാലിന് നീളക്കുറവ്, ഇതിന് നീളക്കുറവായിരിക്കും. ഈ കാല് മേളിലോട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമുക്കൊരു പോർഷനിൽ ഇടാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ആംഗിളിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നോക്ക്, കാലിൻ്റെ ഇതിനുള്ളിലായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ വെട്ട് താഴെയാണ്, ഇതിൻ്റെ വെട്ട് മേളിലാണ്. മീൻസ് ഈ മേളിൽ ഈ ഗ്രൂ ഉള്ള ഭാഗം ഇത് താഴെയാണ്. ഈ മേളിൽ ഗ്രൂ ഉള്ള ഭാഗം വരേണ്ടത് ഈ ഭാഗത്തായിരിക്കും വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുക, ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ കാലിനും അതേപോലെ വ്യത്യാസമുണ്ട്. ഒന്ന് നീളക്കൂടുതലുള്ള കാലുണ്ട്, അതുപോലെ തന്നെ നീളം കുറവ് ഏറ്റവും നീളക്കുറവുള്ള പോർഷനും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നീളമുള്ള ഭാഗം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും നീളമുള്ള ഭാഗം കറക്റ്റായിട്ട് ഇവിടെ കയറ്റിയിടുക, ജസ്റ്റ് ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാവും. ഇനി നമുക്കിത് ടെയിലൈറ്റ് കയറ്റി വെക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ലോക്ക് കറക്റ്റായിട്ട് നോക്കുക. ലോക്ക് നമ്മൾ കയറ്റിയിടുമ്പോൾ ജസ്റ്റ് ഇതിൽ കയറ്റി വെച്ചതിന് ശേഷം ആ രണ്ട് ലോക്കും കറക്റ്റായിട്ട് കയറ്റി വെക്കുക, പ്രസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് വരുന്ന രണ്ട് ലോക്കും ഇങ്ങനെയാണ് കയറി കിടക്കുന്നത്. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അഴിച്ചെടുക്കണം. അതുപോലെ കയറ്റിയിടുമ്പോൾ ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് വേണം ഈ സ്ക്രൂ ഇടാനായിട്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ രണ്ടും ഇടാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടെയിൽ ലൈറ്റ് ഊരിയെടുക്കുമ്പോൾ ഈ ലോക്ക് നോക്കണം, കാരണം അത് മേളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ സൈഡിലോട്ടാണ് അത് ഊരി എടുക്കേണ്ടത്. ഇപ്പോൾ രണ്ട് ലോക്കും വീണിട്ടുണ്ട്, ടെയിൽ ലൈറ്റ് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കാം. ചവിട്ടിയേ. ബ്രേക്ക് ചവിട്ടുമ്പോൾ രണ്ട് ലൈറ്റും കത്തുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പാർക്ക് ഇടുമ്പോൾ രണ്ട് ലൈറ്റും കത്തുന്നുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തോ, ഒന്നുകൂടെ ബ്രേക്ക് ചവിട്ടിയേ, പാർക്ക് കൂടി ഇട്ടേ. ഓക്കെ, കാലെടുത്തേ, ഒന്നുകൂടെ ചവിട്ടിയേ. ഇപ്പോൾ രണ്ട് ലൈറ്റും കത്തുന്നുണ്ട്. നേരത്തെ ഈ ലൈറ്റ് കത്തുന്നില്ലായിരുന്നു, ബൾബ് പോയതായിരുന്നു, നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഹുണ്ടായി സാൻട്രോയുടെ ടെയിൽ ലൈറ്റ് അടിക്കുന്നത് എങ്ങനെയാണ്, ബ്രേക്ക് ബൾബ് മാറുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലായത്. ഈ ഒരു രീതി തന്നെ പാർക്ക് ബൾബ് എല്ലാ ബൾബും
അഴിക്കാനായിട്ട് നമ്മൾ ടൈലൈറ്റ് അഴിക്കാനായിട്ട് ഈ ഒരു ലോക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇത് ഇങ്ങോട്ടാണ് അഴിച്ചെടുക്കുന്നത്. മറ്റേ വണ്ടികളൊക്കെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും അഴിച്ചെടുക്കുന്നത്. അപ്പോൾ 2 സ്ക്രൂ മാത്രമേ ഇതിനെ അപേക്ഷിച്ച് വരുന്നുള്ളൂ. അപ്പോൾ Hyundai സാൻട്രോയുടെ ടൈലൈറ്റ് അഴിക്കുന്നതും ബ്രേക്ക് ബൾബ് മാറുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.